ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാനായി പോകുന്നത് നമ്മൾ പുതിയതായി കൊണ്ടുവന്നിട്ടുള്ള വിഡോ ഫിഷുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിനു മുൻപ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഫുൾ റെഡ് ഗപ്പികളും ഫുൾ ബ്ലാക്ക് ഗപ്പികളും ഡെഡായി പോയിട്ടുണ്ടായിരുന്ന കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ഫുൾ ബ്ലാക്ക് ഗപ്പികൾ ഇടയ്ക്കിടെ വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻ കാരണമായിരുന്നു ചത്തുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും സ്ഥാനത്തേക്കാണ് നമ്മൾ പുതിയ ഫിഷുകളെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഫുൾ റെഡ് ഗപ്പികളുടെ സ്ഥാനത്തേക്ക് നമ്മൾ കൊണ്ടുവന്നത് കുറച്ച് മിക്സഡ് ഗപ്പികളെ ആയിരുന്നു. ഇവരെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ തവണ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മളുടെ കയ്യിൽ നിന്നും ചത്തുപോയിട്ടുണ്ടായിരുന്ന ഫുൾ ബ്ലാക്ക് ഗപ്പികൾക്ക് പകരമായി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് വിഡോ ഫിഷുകളെയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കയ്യിൽ ഏതൊക്കെ കളറിലുള്ള വിഡോ ഫിഷുകൾ ഉണ്ടെന്നാണ് പറയാനായി പോകുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മുടെ കയ്യിലുള്ളത് പിങ്ക് നിറത്തിലുള്ള വിഡോ ഫിഷുകളാണ്. കൂട്ടത്തിൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളത് ഇവന്മാർ മാത്രമാണ്. അതേപോലെ തന്നെ രണ്ടാമതായി ഉള്ളത് ചുവപ്പ് നിറത്തിലുള്ള ഒരു പെയർ വിഡോ ഫിഷുകളാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ കളർ എന്ന് പറയുന്നത് പച്ച നിറത്തിലുള്ള ഒരു പെയർ വിഡോ ഫിഷുകളാണ്. അതേപോലെ തന്നെ നമ്മളുടെ നാലാമത്തെ കളർ എന്ന് പറയുന്നത് മഞ്ഞ നിറത്തിലുള്ള വിഡോ ഫിഷുകളാണ്. അതേപോലെ തന്നെ നമ്മളുടെ കയ്യിലുള്ള ലാസ്റ്റ് കളർ എന്ന് പറയുന്നത് നീല നിറത്തിലുള്ള വിഡോ ഫിഷുകളാണ്. അത് നമ്മൾ ഏതാണ്ട് ഒരു പെയറിനെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവയൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള വിവിധ നിറങ്ങളിലെ വിഡോ ഫിഷുകൾ എന്ന് പറയുന്നത്. ഇവ മാത്രമല്ലാതെ ഇനിയും പല നിറങ്ങളിലെ വിഡോ ഫിഷുകൾ മാർക്കറ്റുകളിൽ ലഭ്യമാണ്. അപ്പോൾ അക്വേറിയം ഷോപ്പിൽ ഉണ്ടായിരുന്ന ആൾമോസ്റ്റ് എല്ലാ കളറും നമ്മളങ്ങ് വാങ്ങിച്ചിരുന്നു. എന്തായാലും നമ്മൾ ഇനി നമ്മളുടെ വിഡോ ഫിഷുകളെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാനായി പോകുന്നത്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് ഇവരെ അറിയപ്പെടുന്നത്. ചിലയിടത്ത് ഇവരെ ടെട്രാ ഫിഷുകൾ എന്നും ചിലയിടത്ത് കളർ വിഡോ ഫിഷുകൾ എന്നുമാണ് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ടെട്രകൾ പ്രത്യേകിച്ച് വിവിധ നിറങ്ങളിലാണ് കാണപ്പെടാറുള്ളത്. ചുവപ്പ്, നീല, മഞ്ഞ, പച്ച, പിങ്ക്, ഓറഞ്ച്, പർപ്പിൾ എന്നീ നിറങ്ങളിലുള്ള ഈ ടെട്രയുടെ അതിശയകരവും തിളങ്ങുന്നതുമായ നിറവ്യത്യാസങ്ങൾ ജീൻ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ട്രാൻസ്ജനിക് സാങ്കേതിക വിദ്യയിലൂടെ വികസിപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അതായത് ഇവയെല്ലാം ജനിതക മാറ്റത്തിന്റെ ഫലമായിട്ടുള്ളതാണ്. അതേപോലെ തന്നെ നീല LED ലൈറ്റുകൾക്ക് കീഴിൽ സൂക്ഷിക്കുമ്പോൾ മത്സ്യം തിളങ്ങുന്നതായി കാണാനായി സാധിക്കും. അതിനാൽ ഇവയെ ഗ്ലോ ഫിഷ് എന്നും വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ ടെട്രകൾ സമാധാനപ്രിയരാണ്. പലപ്പോഴും ഒരുമിച്ച് നീന്തുന്നതായി കാണാനായി സാധിക്കും. മാത്രമല്ല വിഡോ ഫിഷ് മുട്ടയിടുന്ന മത്സ്യമായി കണക്കാക്കപ്പെടുന്നു. അതായത് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നതിന് പകരം മുട്ടകൾ നിക്ഷേപിച്ച് പുനർജീവൻ നൽകുന്നു. അതേപോലെ തന്നെ ഇവർ മുട്ടയിടാൻ ഇഷ്ടപ്പെടുന്നത് മോപ്പുകൾ പോലെയുള്ള നല്ല ഇലകളുള്ള ചെടികളിലാണ്. അല്ലെന്നുണ്ടെങ്കിൽ ബ്രീഡിംഗ് കേജ് ഉപയോഗിച്ച് കൃത്രിമമായി ഇവയുടെ മുട്ടകൾ വേർതിരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു പെൺമത്സ്യം ഏകദേശം 100 മുതൽ 600 മുട്ടകൾ വരെ ഇടുന്നു. മാത്രമല്ല വിഡോ ഫിഷുകൾ അവരിടുന്ന മുട്ടകൾ തിന്നാനുള്ള സാധ്യതയും കാണപ്പെടാറുണ്ട്. ഏതാണ്ട് 3 മുതൽ 5 വർഷം വരെയാണ് ഇവരുടെ ഒരു ജീവിത കാലഘട്ടം എന്ന് പറയുന്നത്. അതേപോലെ ഇനി പറയാൻ പോകുന്നത് ഇവരുടെ ഭക്ഷണ രീതിയെ കുറിച്ചിട്ടാണ്. മൊയ്ന, ഫ്ലേക്സ്, ഡാഫ്നിയ എന്നിങ്ങനെ എല്ലാത്തരം ഫുഡുകളും ഈ ഫിഷ് കഴിക്കാറുണ്ട്. അതേപോലെ തന്നെ പ്ലാന്റഡ് ടാങ്കുകൾ ഒരുക്കി കൊടുക്കുന്നതായിരിക്കും ഇവർക്ക് ഏറെ ഗുണകരം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബ്ലാക്ക് ടെട്രയെ കുറിച്ചിട്ടാണ്. ഒരിനം ശുദ്ധജല മത്സ്യമാണ് ബ്ലാക്ക് ടെട്ര. അതേപോലെ തന്നെ ഒരു ശുദ്ധജല അലങ്കാര മത്സ്യം എന്ന നിലയിൽ പ്രശസ്തമായ ഒരിനമാണ് ഇവ. പിരാന ഉൾപ്പെടെയുള്ള മത്സ്യകുടുംബത്തിലാണ് ഇവരും ഉൾപ്പെടുക. പാരഗ്വേ, ബ്രസീൽ, ബൊളീവിയ, അർജന്റീന എന്നീ രാജ്യങ്ങളിലുള്ള നദികളിലാണ് ഇവയുടെ ആവാസ കേന്ദ്രം എന്ന് പറയുന്നത്. അതേപോലെ അത്യാവശ്യം നല്ല ഇമ്മ്യൂണിറ്റി പവറുള്ള മത്സ്യങ്ങൾ തന്നെയാണ് വിഡോ ഫിഷുകൾ എന്ന് പറയുന്നത്. സ്വയം പ്രകാശിക്കുന്ന ജെല്ലി ഫിഷിന്റെ ജീൻ സീബ്ര ഫിഷിൽ പരീക്ഷിച്ചു. ഇങ്ങനെയാണ് ആദ്യമായി ഗ്ലോ ഫിഷിനെ നിർമ്മിച്ചത്. അതേപോലെ നമ്മൾ ഇനി പറയാൻ പോകുന്നത് വിഡോ ഫിഷുകളുടെ മെയിൽ ഫീമെയിൽ ഐഡന്റിഫിക്കേഷനെ കുറിച്ചാണ്. വിഡോ ഫിഷുകളുടെ മെയിലിനെയും ഫീമെയിലിനെയും തിരിച്ചറിയാൻ വേണ്ടിയുള്ള ചില വഴികളാണ് ഞാൻ ഇവിടെ പറയാനായി പോകുന്നത്. വിഡോ ഫിഷുകളുടെ മെയിൽ എന്ന് പറയുന്നത് ചെറുതും ഫീമെയിൽ ഫിഷ് മെയിൽ ഫിഷിനെ അപേക്ഷിച്ച് കുറച്ച് വലുതുമായിരിക്കും. അതേപോലെ തന്നെ വിഡോ ഫിഷുകളുടെ മെയിലിന്റെ വയറ് എന്ന് പറയുന്നത് കുറച്ച് ഫ്ലാറ്റ് രീതിയിലുള്ള വയറായിരിക്കും. മെയിലിനെ അപേക്ഷിച്ച് ഫീമെയിലിന്റെ വയറ് എന്ന് പറയുന്നത് റൗണ്ട് ഷേപ്പിലുള്ളതായിരിക്കും. അതേപോലെ തന്നെ മുട്ടയിടാറായ ഫീമെയിൽ ഫിഷിന്റെ വയറ് കുറച്ച് ബൾജ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാനായി സാധിക്കും. അതേപോലെ തന്നെ ഫീമെയിൽ ഫിഷിന്റെ ഹെഡിന്റെ ഭാഗത്തായി ചെറിയ മുഴ പോലെ കാണാനായി സാധിക്കും. എന്നാൽ മെയിൽ ഫിഷിന് അങ്ങനെ ഉണ്ടാവുകയില്ല. അപ്പോൾ ഇവയൊക്കെയാണ് വിഡോ ഫിഷുകളുടെ മെയിലിനെയും ഫീമെയിലിനെയും തിരിച്ചറിയാനുള്ള വഴികൾ എന്ന് പറയുന്നത്. വിഡോ ഫിഷുകൾ ശാന്ത സ്വഭാവക്കാരായ മത്സ്യങ്ങളായതുകൊണ്ട് തന്നെ മറ്റു മത്സ്യങ്ങളുടെ ഒപ്പമിട്ട് വളർത്തുന്നതിനേക്കാൾ നല്ലത് ഒറ്റയ്ക്കിട്ട് വളർത്തുന്നതായിരിക്കും. അതേപോലെ തന്നെ വിഡോ ഫിഷുകൾ വിവിധ വർണ്ണത്തിലുള്ള മത്സ്യങ്ങളായതുകൊണ്ട് തന്നെ മറ്റുള്ള മത്സ്യങ്ങളിൽ നിന്നും കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് തോന്നും. എന്തായാലും നമ്മൾ വിഡോ ഫിഷുകളെ കുറിച്ച് പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിരിക്കും. ഇനി നമ്മളുടെ വിഡോ ഫിഷുകളെ എല്ലാം നമ്മൾ തിരിച്ച് നമ്മുടെ ടബിലേക്ക് റിലീസ് ചെയ്യുകയാണ്. അടുത്ത പ്രാവശ്യം നമ്മൾ ഏതെങ്കിലും പുതിയ മത്സ്യത്തിന്റെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതേപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.